ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് +1 ഫോക്കസ് ഏരിയയുടെ ബേസ് ചെയ്തുകൊണ്ടുള്ള കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന 4ാമത്തെ ചാപ്റ്ററിൻ്റെ ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് VSEPR തിയറി അതിനെക്കുറിച്ചാണ്. എന്താണ് VSEPR തിയറി, അതിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് എന്തൊക്കെയാണ്, അതിലെന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം VSEPR തിയറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ ഫോം നോക്കാം. ആദ്യം വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി, ഇതാണ് അതിൻ്റെ പേര്. ഓക്കെ, VSEPR എന്ന് നമ്മൾ ചുരുക്കി എഴുതുന്നതാണ്. ഇനി നമുക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെ കടക്കാം. ഇവിടെ VSEPR തിയറിക്ക് മുമ്പായിക്കൊണ്ടുണ്ടായിരുന്ന ഒരു കോൺസെപ്റ്റ് ലൂയിസ് കോൺസെപ്റ്റ് ആയിരുന്നു. നിങ്ങളത് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും സ്റ്റാർട്ടിങ്ങിൽ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ആ ലൂയിസ് കോൺസെപ്റ്റിന് ഉള്ള ഒരു പോരായ്മ എന്ന് പറയുന്നത് മോളിക്യൂളുകളുടെ ഷേപ്പിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവിടെ VSEPR തിയറി എന്ന് പറയുന്ന ഒരു തിയറിക്ക് പ്രാധാന്യമുണ്ടാവുന്നത്. ഓക്കെ, VSEPR theory provides a simple procedure to predict the shape of covalent molecules. covalent മോളിക്യൂളുകളുടെ ഷേപ്പുകൾ പറയാൻ വേണ്ടിയിട്ട്, നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള എളുപ്പത്തിലുള്ള ചില മെത്തേഡ്സാണ്, ചില പ്രൊസീജിയേഴ്സാണ് ഇവിടെ പറയുന്നത് VSEPR തിയറിക്കകത്ത് പറയുന്നത്. ഇത് പ്രൊപ്പോസ് ചെയ്തത് VSEPR തിയറി പ്രൊപ്പോസ് ചെയ്ത ആരാണ്? ആദ്യം പ്രൊപ്പോസ് ചെയ്തത് സെഡ്ജ്വിക് ആൻഡ് പവൽ എന്നീ പറയുന്ന 2 സയൻറ്റിസ്റ്റുകളാണ് ഇൻ 1940. ഓക്കെ, അതിനുശേഷം ഈ ഒരു തിയറിയെ ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്തത് 2 പേരാണ്. അത് നൈഹോം ആൻഡ് ഗില്ലസ്പി. ഈ 2 സയൻറ്റിസ്റ്റാണ് 1957 ഈ VSEPR തിയറിയെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്ത് മാറ്റിയത്. ഓക്കെ, ഈ ഒരു തിയറി എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ റിപ്പൾസീവ് ഇൻറ്ററാക്ഷൻസ് ഓഫ് ദ ഇലക്ട്രോൺ പെയർസ് ഇൻ ദ വാലൻസ് ഷെൽ ഓഫ് ദ ആറ്റംസ്. എന്താ ഈ വാലൻസ് ഷെൽ എന്ന് പറഞ്ഞാൽ? ഏറ്റവും പുറത്തുള്ള ഷെൽ ഏതാണോ അതിനല്ലേ നമ്മൾ വാലൻസ് ഷെൽ എന്ന് വിളിക്കാം, അല്ലേ? ഔട്ടർ മോസ്റ്റ് ഷെൽ അല്ലെങ്കിൽ വാലൻസ് ഷെൽ നമുക്ക് വിളിക്കാൻ പറ്റും. ആ വാലൻസ് ഷെല്ലിനകത്തുള്ള ഇലക്ട്രോൺ പെയറുകളുടെ, ഇലക്ട്രോൺ ജോഡികളുടെ ഇൻട്രാക്ഷൻ. എന്ത് ഇൻട്രാക്ഷനാണ്? റിപ്പൾസീവാ. എന്താ റിപ്പൾസീവ് അല്ലെങ്കിൽ റിപ്പൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വികർഷിക്കുക, അല്ലേ? അപ്പോൾ ഇവരുടെ റിപ്പൾസീവ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു തിയറി പറയുന്നത് കാര്യങ്ങളൊക്കെ. ഓക്കെ, നമുക്ക് എങ്ങനെ മോളിക്യൂൾസിൻ്റെ ഷേപ്പ് പറയാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഈ VSEPR തിയറിക്ക് ഇതിനെ കൊണ്ടുവന്ന് സയൻറ്റിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ള പോസ്റ്റുലേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ആ പോയിന്റുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം ചില സമയത്ത് ചോദിക്കാറുള്ളത് VSEPR തിയറിയുടെ ഏതെങ്കിലും 3 അല്ലെങ്കിൽ എല്ലാ പോസ്റ്റുലേറ്റ്സും എഴുതാൻ വേണ്ടി ചോദിക്കാറുണ്ട് എക്സാമിന്, കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് ദ ഷേപ്പ് ഓഫ് എ മോളിക്യൂൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ്. അപ്പോൾ ഒരു മോളിക്യൂളിൻ്റെ ഷേപ്പ് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അക്കോർഡിംഗ് ടു VSEPR തിയറി അവർ പറയുന്നത് എന്താണെന്നറിയോ? നമ്പർ ഓഫ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ്. വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ പെയറുകളുടെ എണ്ണത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എത്ര ഇലക്ട്രോൺ പെയർസ് ഉണ്ട് എന്ന് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഷേപ്പ് പറയാൻ വേണ്ടി പറ്റും ആ മോളിക്യൂളിൻ്റെ. അതാണ് ആര് പറഞ്ഞത്? VSEPR തിയറിയിൽ ഫസ്റ്റ് പോസ്റ്റുലേറ്റ്. ഇനി രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത് പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ വാലൻസ് ഷെൽ റിപ്പൽ വൺ അനദർ. ഈ വാലൻസ് ഷെല്ല് വെച്ചാൽ ഏറ്റവും പുറത്തുള്ള ഷെല്ലിലുള്ള ഇലക്ട്രോൺ പെയർസ് ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യും? പരസ്പരം റിപ്പൽ ചെയ്യും. കാരണം എന്താണ് ആ കാരണം പറയുന്നത്? സിൻസ് ദ ഇലക്ട്രോൺ ക്ലൗഡ്സ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ്. നമുക്കറിയാവുന്ന കാര്യമല്ലേ. എന്ന് വെച്ചാൽ നെഗറ്റീവും നെഗറ്റീവും തമ്മിൽ റിപ്പൾഷനാണ് ഉണ്ടാവുക, പോസിറ്റീവും തമ്മിൽ റിപ്പൾഷൻ ഉണ്ടാവുക, അല്ലേ? സെയിം ചാർജുകൾ റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജുകൾ അട്രാക്റ്റ് ചെയ്യും. നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഇലക്ട്രോണുകൾ തമ്മിൽ എന്താ സംഭവിക്കുക? റിപ്പൾഷനാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ തേർഡ് പോസ്റ്റുലേറ്റ് the valence shell is taken as a sphere with the electron pairs localizing on the spherical surface at maximum distance from one another to minimize repulsion. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, മാക്സിമൈസ് ദ ഡിസ്റ്റൻസ് ഫ്രം വൺ അനദർ. എന്തിനാണ്? ടു മിനിമൈസ് ദ റിപ്പൾഷൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏതൊരു മോളിക്യൂളും എപ്പോഴും സ്റ്റേബിൾ ആയിട്ട് അല്ലെങ്കിൽ സ്ഥിരതയോടെ നിൽക്കാനാണ് ഇഷ്ടപ്പെടുക.
ഓക്കെ, അപ്പോൾ ആ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് റിപ്പൾഷൻ കുറയ്ക്കുക എന്നുള്ളത്. റിപ്പൾഷൻ എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമായതുകൊണ്ടല്ലേ. അപ്പോൾ ആ റിപ്പൾഷൻ്റെ അളവ് കുറയുമ്പോഴല്ലേ അവർ സ്റ്റേബിൾ ആവുക. ഓക്കെ, ആ റിപ്പൾഷൻ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യണം? മാക്സിമൈസ് ചെയ്യണം, കൂട്ടണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇവരൊരു അപ്രോക്സിമേറ്റ് ഒരു ഇമാജിനേഷൻ പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ വാലൻസ് ഇതിനെ ഒരു സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്യാം, ഒരു ഗോളം പോലെ കൺസിഡർ ചെയ്യാം. ആ ഗോളത്തിൻ്റെ അല്ലെങ്കിൽ ആ സ്ഫിയറിൻ്റെ സർഫസിലാണ് നമ്മുടെ ഇലക്ട്രോൺ പെയർസ് ഒക്കെ ഉള്ളത് നിങ്ങൾ കരുതിക്കോ. ഓക്കെ, അപ്പോൾ ആ സർഫസിൽ നിൽക്കുന്ന ഇലക്ട്രോൺ പെയർസ് അവർ തമ്മിൽ മാക്സിമം ഡിസ്റ്റൻസിൽ നിൽക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോഴേ എന്ത് കുറയത്തുള്ളൂ? റിപ്പൾഷൻ കുറയത്തുള്ളൂ. ഇതാണ് കാര്യം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അവിടെ ഇമാജിനേഷനാണ്, നിങ്ങളൊരു സ്ഫിയർ പോലെ കൺസിഡർ ചെയ്യുക. അതിനുശേഷം ആ സർഫസിലാണ് ഇലക്ട്രോൺ പെയർസ് ഒക്കെ ഉള്ളത്. ഓക്കെ, ആ ഇലക്ട്രോൺ പെയർസുകൾ തമ്മിൽ റിപ്പൾഷൻ നല്ലപോലെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുക? മാക്സിമം ഡിസ്റ്റൻസിൽ നിൽക്കും. എത്രത്തോളം ഡിസ്റ്റൻസിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാൻ പറ്റുമോ അങ്ങനെ നിൽക്കും അവർ. ഓക്കെ, അപ്പോഴാണ് അവരെന്ത് ചെയ്യുക? സ്റ്റേബിൾ ആവും. ഓക്കെ, ഇതാണ് തേർഡ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തത്, these pairs of electrons tends to occupy such positions in space that minimize the repulsion and thus maximize the separation between them. തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യം ഒന്നുകൂടി വ്യക്തമായിട്ടൂടെ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. അവർ പറയുന്നത് അഞ്ചാമത്തെ പോസ്റ്റുലേറ്റ് ആണ്. എ മൾട്ടിപ്പിൾ ബോണ്ട് ഈസ് ട്രീറ്റഡ് ആസ് എ സിംഗിൾ ഇലക്ട്രോൺ പെയർ. നമുക്കറിയാം പൈ ബോണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്നുവെച്ചാൽ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അത് സിഗ്മ ബോണ്ട് മാത്രമാണുള്ളത്. എന്നാൽ ഡബിൾ ബോണ്ട് ആവുമ്പം അതിലൊരു സിഗ്മ ബോണ്ടും ഉണ്ട്, ഒരു പൈ ബോണ്ടും ഉണ്ട്. ഒരു ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിലോ അതിനകത്ത് ഒരു സിഗ്മ ബോണ്ടുണ്ട്, രണ്ട് പൈ ബോണ്ടുകളും ഉണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്. സോ ഇവിടെ പറഞ്ഞത് ഒരു മൾട്ടിപ്പിൾ ബോണ്ടിനെ ഒരു സിംഗിൾ ഇലക്ട്രോൺ പെയർ ആക്കിയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ആൻഡ് 2 or 3 ഇലക്ട്രോൺ പെയർസ് ഓഫ് എ മൾട്ടിപ്പിൾ ബോണ്ട്. ഒരു മൾട്ടിപ്പിൾ ബോണ്ടിൻ്റെ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ഇലക്ട്രോൺ പെയർസിനെ നമുക്ക് എന്താക്കി എടുക്കാം? ഒരു സിംഗിൾ സൂപ്പർ പെയർ ആക്കിയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അത് ജസ്റ്റ് അവരുടെ ഒരു പോസ്റ്റുലേറ്റ് മാത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ പഠിച്ചു വയ്ക്കാം. ഓക്കെ, അത് ഈ സയൻറ്റിസ്റ്റുകളുടെ പോസ്റ്റുലേറ്റ് ആണ് VSEPR വെച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ്, വെയർ 2 or more resonance structures can represent a molecule. ഇപ്പോൾ നമുക്കറിയാം റെസൊണൻസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ ചാപ്റ്ററിനകത്ത്, അല്ലെങ്കിൽ നമ്മൾ ഓർഗാനിക് എന്ന ചാപ്റ്റർ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ പറഞ്ഞ കാര്യം, ഒരു മോളിക്യൂളിന് അതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആ ഒരൊറ്റ സ്ട്രക്ചർ കൊണ്ട്, ആ മോളിക്യൂളിൻ്റെ സിംഗിൾ സ്ട്രക്ചർ കൊണ്ട് പറ്റില്ല എന്ന് വരുമ്പോഴാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുക? ഈ മോളിക്യൂളിന് വേറൊരു സ്ട്രക്ചർ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഈ രണ്ട് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ രണ്ടിലധികം സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കാം, അതിൽ ഡിപ്പെൻസ് ഓൺ ദാറ്റ് മോളിക്യൂൾ. ഓക്കെ, ഇപ്പോൾ ബെൻസീൻ ആണെങ്കിൽ ബെൻസീന് രണ്ട് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും അല്ലേ, രണ്ട് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ബെൻസീനിന് പോസിബിൾ ആയിട്ടുള്ളൂ. സോ ഇവിടെ പറയുന്ന കാര്യം, ഇനി എത്ര റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ഉണ്ട് എങ്കിലും ആ സ്ട്രക്ചേഴ്സിനെല്ലാം എന്ത് അപ്ലിക്കബിൾ ആയിരിക്കും? നമ്മുടെ VSEPR തിയറി അപ്ലിക്കബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരേണ്ട കരുതിയിട്ടാ. എന്ന് വെച്ചാൽ ഇപ്പം റെസൊണൻസ് കാണിക്കുന്ന ഒരു മോളിക്യൂൾ ആണെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒന്നിന് മാത്രം അല്ല, അത് എത്ര സ്ട്രക്ചേഴ്സ് കാണിക്കുന്നോ അവിടെയൊക്കെ നമുക്ക് എന്താ അപ്ലിക്കബിൾ ആണ്? VSEPR തിയറി അല്ലെങ്കിൽ VSEPR മോഡൽ ആപ്ലിക്കബിൾ ആണ് എന്നാണ് ഇവിടുത്തെ പോസ്റ്റിലേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇനി ദ റിപ്പൾസീവ് ഇൻട്രാക്ഷൻ ഓഫ് ഇലക്ട്രോൺ പെയർസ് ഡിക്രീസസ് ഇൻ ദ ഓർഡർ. ഇതും കൂടെ പഠിച്ചു വെക്കണം. ഇത് ഇവരുടെ പോസ്റ്റിലേറ്റ് ആണ്. ഇവിടെ ഈ റിപ്പൾസീവ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ആരുടെ? ഇലക്ട്രോൺ പെയർസിൻ്റെ. കാരണം ഇലക്ട്രോൺ പെയർ വെച്ചാൽ അവരുടെ ചാർജ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അവർ തമ്മിൽ റിപ്പൾഷൻ നടക്കും. ആ റിപ്പൾഷൻ്റെ അളവിൽ വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഓർഡർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം മനസ്സിലാക്കേണ്ടത് ലോൺ പെയറും. എന്താ ഈ ലോൺ പെയർ എന്ന് പറഞ്ഞാൽ? ബോണ്ടിങ്ങിൽ പങ്കെടുക്കാതെ സെൻട്രൽ ആറ്റത്തിൻ്റെ മുകളിൽ കിടക്കുന്ന ഇലക്ട്രോൺസിനെ വിളിക്കുന്ന, അല്ലെങ്കിൽ ഇലക്ട്രോൺ പെയറിനെ വിളിക്കുന്ന പേരാണ് ലോൺ പെയർസ് എന്ന് വിളിക്കുക. അപ്പോൾ ഒരു ലോൺ പെയർ മറ്റൊരു ലോൺ പെയറുമായിട്ടുള്ള റിപ്പൾഷൻ ആയിരിക്കും നല്ല പോലെ കൂടുതലുണ്ടായിരിക്കുക. അത് പഠിച്ചു വയ്ക്കുക. എന്തുകൊണ്ടെന്ന് നമുക്ക് പറയാം. ഇനി രണ്ടാമത്തത്, ഒരു ലോൺ പെയറും ഒരു ബോണ്ട് പെയറും. എന്ന് വെച്ചാൽ ബോണ്ട് പെയർ എന്ന് പറഞ്ഞാൽ ബോണ്ടിങ്ങിൽ പങ്കെടുത്തിരിക്കുന്ന, മറ്റൊരു ആറ്റവുമായിട്ട് ബോണ്ടിങ്ങിൽ പങ്കെടുത്തിരിക്കുന്ന ഇലക്ട്രോൺസിനെ വിളിക്കുന്ന പേരാണ് ബോണ്ട് പെയർ. ബോണ്ടിങ്ങിൽ പങ്കെടുക്കാതെ നിൽക്കുന്ന ആൾക്കാരുടെ പേരാണ് ലോൺ പെയർ. സോ
ഒരു ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൾഷൻ എന്ന് പറയുന്നത് കുറവാണ്. ഏത് റിപ്പൾഷനേക്കാളിലും ലോൺ പെയറും തമ്മിലുള്ള റിപ്പൾഷനേക്കാളിലും കുറവാണ് ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൾഷൻ. ഇതിനേക്കാളിലും കുറവാണ് ഏത്? രണ്ട് ബോണ്ട് പെയറുകൾ തമ്മിലുള്ള റിപ്പൾഷൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പൾഷൻ ആരെ കാണിക്കുക? ലോൺ പെയർ തമ്മിൽ കാണിക്കും. അടുത്തതോ ലോൺ പെയർ ബോണ്ട് പെയർ, ദെൻ ബോണ്ട് പെയർ. ഓർത്ത് വയ്ക്കുക, എൽ പി ബി പി ഇങ്ങനെയാണ് നമ്മൾ ഓർത്ത് വയ്ക്കാറുള്ളത്. ഓക്കെ, എൽ പി എന്ന് പറഞ്ഞാൽ ലോൺ പെയർ, ബി പി എന്ന് പറഞ്ഞാൽ ബോണ്ട് പെയർ. ഓക്കെ, അതിന് ഷോർട്ട് ഫോം ആണ് കേട്ടോ. ഇനി അടുത്തൊരു ചോദ്യം നമുക്ക് വരും, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ലോൺ പെയർ ഇപ്പം ഇങ്ങനെ വല്ലാണ്ട് റിപ്പൾഷൻ കാണിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ലോൺ പെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ആറ്റത്തിൻ്റെ മുകളിൽ, ഓക്കെ, ഇപ്പോൾ നമ്മൾ അമോണിയ എടുക്കുകയാണെങ്കിൽ അതിൽ നൈട്രജൻ ഉണ്ട് അല്ലേ, NH3 ആണ് അമോണിയ എന്ന് പറഞ്ഞാൽ. ഈ നൈട്രജൻ്റെ മുകളിലാണ് ആരുള്ളത്? ലോൺ പെയർ കിടക്കുക. നമുക്കതിന് സ്ട്രക്ചർ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് സെൻട്രൽ ആറ്റത്തിൻ്റെ മുകളിൽ കിടക്കുന്ന ആളാണ്. അതേസമയം ഓരോ ബോണ്ട് പെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് രണ്ട് ആറ്റങ്ങളുടെ ഇടയിൽ ഷെയർ ചെയ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ബോണ്ട് പെയർ എന്ന് വിളിക്കുക അല്ലേ? അവർ ബോണ്ടിങ്ങിൽ പങ്കെടുത്ത ആൾക്കാരല്ലേ? ഈ ലോൺ പെയർ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആറ്റവുമായിട്ട് അടുത്ത് കിടക്കുന്ന ആളാണ്. എന്നാൽ കുറച്ച് വിട്ടിട്ടായിരിക്കും ആരുണ്ടായിരിക്കുക? നമ്മുടെ ബോണ്ട് പെയറിലുള്ള ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കുക. അതുകൊണ്ടാണ് ഈ ലോൺ പെയർ കൂടുതൽ റിപ്പൾഷൻ കാണിക്കാനുള്ള കാരണം. ആസ് എ റിസൾട്ട്, ഇതിൻ്റെ ഫലമായിക്കൊണ്ട് ദ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ മോളിക്യൂൾ ഓക്യുപ്പൈസ് മോർ സ്പേസ് ആസ് കമ്പയർഡ് ടു ദ ബോണ്ടിങ് പെയർസ് ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു മോളിക്യൂൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, ആ മോളിക്യൂളിൽ ലോൺ പെയർ ഉണ്ടെങ്കിൽ ആ ലോൺ പെയർ നിൽക്കാൻ കുറച്ച് അധികം സ്ഥലം വേണ്ടി വരും. കാരണം അവർ കാണിക്കുന്ന റിപ്പൾഷൻ വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ബോണ്ട് പെയർസ് ഒക്കെ ഒന്ന് വിട്ടു നിൽക്കും. ആരടുത്തുനിന്ന്? ഈ ലോൺ പെയറിനടുത്തുനിന്ന് വിട്ടു നിൽക്കും. ഓക്കെ, ഡ്യൂ ടു ദ റിപ്പൾഷൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോൺ പെയർസ് ബോണ്ട് ആംഗിൾ റെഡ്യൂസസ്. പിന്നെ വേറൊരു കാര്യം കൂടെ ഓർത്ത് വെക്കാനുള്ളത്, ഈ ഇലക്ട്രോൺ പെയർസിൻ്റെ ഇടയിലുള്ള റിപ്പൾഷൻ കൂടിക്കഴിഞ്ഞാൽ എന്ത് കുറയും? ബോണ്ട് ആംഗിൾ കുറയും. നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്ക്, ഇവിടെ അമോണിയ എന്ന് പറഞ്ഞ മോളിക്യൂളാണ്. അമോണിയ മോളിക്യൂൾ കിടക്കുന്നതിൽ NH3 കണ്ടോ നിങ്ങളിതാ, ഈ ഒരു ബോണ്ട്, ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അല്ലേ? ഓക്കെ, ഇത് നമ്മൾ ബോണ്ട് ഇൻ ദ പ്ലെയിൻ, ഇത് ബോണ്ട് എബവ് ദ പ്ലെയിൻ, ബോണ്ട് ബിലോ ദ പ്ലെയിൻ, അതിൻ്റെയൊക്കെ റെപ്രസെൻറ്റേഷൻ ആണ്. പോട്ടെ, അപ്പോൾ NH3 3 ബോണ്ടുകൾ കണ്ടല്ലോ, ഇതൊക്കെ ബോണ്ട് പെയർസ് ആണ്. ഓക്കെ, ഇതൊരു ബോണ്ടാണ്, ഇതൊരു ബോണ്ടാണ്, ഇതൊരു ബോണ്ടാണ്. ഓക്കെ, ഈ ബോണ്ടിൻ്റെ ഇടയിലുള്ള ആംഗിൾ 107.3 ഡിഗ്രിയാണ്. കാരണം അത് ശരിക്കും ഇത്രയല്ല വരേണ്ടത്. നമുക്ക് പറയാം എന്തുകൊണ്ടാണെന്നുള്ളത്. ഇപ്പോൾ ഈ നൈട്രജൻ്റെ മുകളിൽ നിങ്ങൾ കണ്ടോ, ഇതൊരു ലോൺ പെയർ ആണ്, ഇത് ബോണ്ടല്ല കാണിച്ചത് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കിടക്കുന്ന, അല്ലെങ്കിൽ സെൻട്രൽ ആറ്റം നൈട്രജൻ അല്ലേ ഇവിടെ, ഇതിൻ്റെ മുകളിൽ കിടക്കുന്ന ലോൺ പെയർ ആണ് ഈ കാണിച്ചത്. രണ്ട് കുത്ത്, ഒരു പെയർ ആകുമ്പോൾ രണ്ടാൾക്കാരുണ്ടാവില്ലടാ. ഓക്കെ, അപ്പോൾ ആ ലോൺ പെയർ അവിടെ കാണിച്ചിരിക്കുന്നത് അത് ബോണ്ടിങ്ങിലൊന്നും പങ്കെടുത്തിട്ടില്ല. പക്ഷെ ഇവിടെയാണെങ്കിലോ, ഇവിടെ ബോണ്ട് പെയർ ഉണ്ട് അല്ലേ, ഒരു ബോണ്ടിൽ 2 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നമുക്കറിയാം. സോ ഇവിടെ 3 ബോണ്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കി? ഇവിടെ 3 ബോണ്ട് പെയർസ് ഉണ്ട്. ഒരു പെയർ എന്ന് പറഞ്ഞാൽ 2 എണ്ണം അല്ലേ? സോ ഇവിടെ ഒരു പെയർ, ഇവിടെ ഒരു പെയർ, ഇവിടെ ഒരു പെയർ. അപ്പം 3 ബോണ്ട് പെയർ ഉണ്ട്, ഒരു ലോൺ പെയറും ഉണ്ട്. അപ്പോൾ ഈ ലോൺ പെയർ ഇവിടെ ഉള്ളത് കാരണത്താൽ ഈ ബോണ്ട് പെയർ ഒക്കെ എന്ത് ചെയ്തു? താഴേക്ക് വന്നു. കുറച്ച് താഴേക്ക് ഒന്നുമില്ല അവർ, മനസ്സിലായോ? അപ്പോൾ ഈ ഈ ലോൺ പെയറിനുള്ള റിപ്പൾഷൻ വളരെ കൂടുതലാണ്. ഈ ലോൺ പെയറും ഈ ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൾഷൻ കൂടുതലാണ്. ആരെക്കാൾ? ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൾഷൻ. അപ്പോൾ ഇവർ തമ്മിൽ അടുത്ത് നിൽക്കുന്നത് വലിയ കുഴപ്പമില്ല. പക്ഷേ ഇവർ തമ്മിൽ അടുത്ത് നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം നമ്മൾ മറ്റേ പറഞ്ഞിട്ടുണ്ട്, പോസ്റ്റ് പറഞ്ഞ കാര്യം എന്താണ്? ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൾഷൻ കൂടുതലാണ്. ആരെക്കാൾ? ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൾഷനേക്കാൾ. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഇതാണ് അമോണിയ മോളിക്യൂളിലെ കേസ്. ഇനി നമുക്ക് നോക്കാം, നമ്മുടെ ഒരു മോളിക്യൂളാണ് മീഥേൻ എന്ന് പറയും, CH4. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അമോണിയ മോളിക്യൂളിൽ 107.3 ഡിഗ്രിയാണ് അല്ലേ ബോണ്ട് ആംഗിൾ. പക്ഷേ എക്സാക്ട്ലി നമ്മൾ പറയുമ്പം ഇങ്ങനെ ഒരു ഷേപ്പുള്ള മോളിക്യൂൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ടെട്രാഹീഡ്രൽ ജിയോമെട്രി എന്ന് വിളിക്കാം. നമുക്കത് കാണാം. ഓക്കെ, അപ്പോൾ ടെട്രാഹീഡ്രൽ ജിയോമെട്രി ഉള്ള ഒരു മോളിക്യൂളിൻ്റെ കേസിൽ ശരിക്കും വരേണ്ടത് 109.5 109.5 ഡിഗ്രിയാണ് ബോണ്ട് ആംഗിൾ വരേണ്ടത്. പക്ഷേ
ഇവിടെ നിങ്ങൾ നോക്ക്, ഇവിടെ ഈ സ്ഥാനത്ത് കാർബണിൻ്റെ മുകളിൽ ഒരു ബോണ്ടാണ് വന്നത് അല്ലേ? ഇവിടെ ആണെങ്കിലോ ഒരു ലോൺ പെയറാണ് വന്നത്, ബോണ്ടിങ് വന്നിട്ടില്ല. അപ്പോൾ ഈ ലോൺ പെയർ വന്നത് കാരണത്താൽ ഈ ബോണ്ടുകൾ ഇതാ, ഈ ഒരു NH ബോണ്ട്, ഈ NH ബോണ്ട്, ഈ NH ബോണ്ട് ഇവർ തമ്മിൽ എന്ത് ചെയ്തു, കുറച്ചൊന്ന് അടുത്ത് നിന്നു. അപ്പോൾ ബോണ്ട് ആംഗിൾ കുറഞ്ഞു. ഓക്കെ, മനസ്സിലായോ? ഉദാഹരണം എന്താ? ഡ്യൂ ടു ദ റിപ്പൾഷൻ ബിറ്റ്വീൻ ദ ഇലക്ട്രോൺ പെയർസ് ബോണ്ട് ആംഗിൾ റെഡ്യൂസസ്. ബോണ്ട് ആംഗിൾ ഇവിടെ കുറഞ്ഞ് കണ്ടോ നിങ്ങൾ? ഓക്കെ, റീസൺ എന്താണ്? ഈ ലോൺ പെയർ വന്നു, അപ്പോൾ റിപ്പൾഷൻ കുറച്ച് കൂടി. ഇനി ഇവിടെ നോക്കിയിട്ട് നിങ്ങൾ നോക്കുക, ഇവിടെ ഈ CH4 എന്ന് പറഞ്ഞ മോളിക്യൂളാണത്. ഇവിടെ 4 എണ്ണവും ബോണ്ടല്ലേ? 1 2 3 4, 4 എന്ത് തന്നെയാണ്? ബോണ്ട് പെയർസ് ആണ്. അപ്പോൾ ഈ ബോണ്ട് പെയർ തമ്മിലുള്ള റിപ്പൾഷൻ എന്താണ്? കുറവാണ്. ഇവിടെ ലോൺ പെയർ ഇല്ലാത്തത് കൊണ്ട് ഇതേപോലത്തെ ബോണ്ട് ആംഗിളിൻ്റെ ഡിക്രീസ് നമുക്കിവിടെ കാണാൻ കഴിയില്ല. ഇത് എക്സാക്ട്ലി എന്താണ്? പെർഫെക്റ്റ് ടെട്രാഹെഡ്രൽ ജിയോമെട്രിയാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ടെട്രാഹെഡ്രൽ ഇങ്ങനെ കുറച്ച് പേരൊക്കെ നമുക്ക് പഠിച്ചു വെക്കേണ്ടതുണ്ട്. അതെന്താണ് ടെട്രാഹെഡ്രൽ, എപ്പോഴാണ് അത് ഫോം ചെയ്യുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇനി പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഹൈഡ്രജൻ 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 ഹൈഡ്രജൻ, മനസ്സിലായതാ? ഇവിടെ കാണിച്ചിരിക്കുന്ന 4 ആൾക്കാരാണിത്. ഇത് നടുക്കുള്ള എന്താണ്? ഇതാണ് സെൻട്രൽ ആറ്റം കാർബൺ. ഓക്കെ, നമ്മളിതിനെ ബോൾ ആൻഡ് സ്റ്റിക്ക് മോഡൽ എന്നൊക്കെയാണ് വിളിക്കുക. NCERT ഓർഗാനിക് ചാപ്റ്ററിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ.